പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് വിരമിക്കും എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് RSSന്റെ സർസംഘചാലക് നടത്തിയ ഒരു പ്രസംഗം അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന വ്യാഖ്യാനവും നമ്മൾ കേട്ടു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി, താൻ ആരുടെയും വിരമിക്കലിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഒന്നും തന്നെ ഉദ്ദേശിച്ചിട്ടില്ല. സംഘം എന്താവശ്യപ്പെടുന്നു അതുവരെ ഞങ്ങളെല്ലാവരും പ്രവർത്തന മേഖലയിൽ ഉണ്ടാകും എന്നാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ വിരമിക്കൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കനത്ത തിരിച്ചടിയല്ലേ കിട്ടിയിരിക്കുന്നത്? തീർച്ചയായിട്ടും മോദി വിരുദ്ധ, രാജ്യവിരുദ്ധ, ദേശവിരുദ്ധ, ദേശീയതാവിരുദ്ധമായിട്ടുള്ള ഏതാനും പ്രസ്ഥാനങ്ങളുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഏതാനും മാധ്യമങ്ങളുമുണ്ട്. അപ്പോൾ എവിടുന്ന് ഏത് തിരുവചനം പുറത്തു വരുന്നുവോ അത് കൊണ്ടാടിക്കൊണ്ട് മോദിക്കെതിരായിട്ടുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിച്ച് ആ നെറേറ്റീവിലൂടെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു വികാരമായി അതിനെ വിദേശ രാജ്യങ്ങളിൽ പോലും പ്രചരിപ്പിക്കാനും പ്രൊപ്പഗാൻഡ നടത്താനുമുള്ള ഒരു പ്രവണത അടുത്ത കാലത്തായിട്ട് ശക്തമായിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മോഡിയുടെ നേതൃത്വത്തിൽ കൂടുതൽ സെൻട്രിപീറ്റലായിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രം. അതുകൊണ്ട് തന്നെ ഈ സെൻട്രിഫ്യൂഗൽ, അതായത് കേന്ദ്രത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ, ഇത് LK അദ്വാനിയാണ് ഈ വാക്ക് ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചത്. ഒരു ഫിസിക്സിലെ ടേമാണ്. അതെ, സെൻട്രലിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹം. അദ്ദേഹം പഞ്ചാബിലെ തീവ്രവാദത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ്. വിജയവാഡയിൽ അവരുടെ പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിൽ നടന്ന ഒരു പത്രസമ്മേളനം, സെൻട്രൽ ഫ്യൂഗൽ ഫോഴ്സസ് ആർ ദെയർ ഇൻ ഇന്ത്യ ബിക്കോസ് ദി സെൻറ്റർ ഈസ് വീക്ക്. ഇപ്പോൾ കേന്ദ്രം ശക്തമാണ്. കേന്ദ്രം ശക്തമാകുന്നത് കൊണ്ടാണ് ഭരണഘടന വീക്കാണ്, ഇലക്ഷൻ കമ്മീഷൻ വീക്കാണ്, ജുഡീഷ്യറി വീക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രചാരണം നടത്തുന്നത്. ഒരിക്കലും സെൻറ്റർ വീക്കാവാൻ പാടില്ല. എന്താണ്, ഇന്ത്യ പോലൊരു വൈവിധ്യങ്ങളുടെ രാജ്യത്ത് തീർച്ചയായിട്ടും ദേശവിരുദ്ധ പ്രവണതകൾ ഉടലെടുക്കും. ഇത് ഡോക്ടർ അംബേദ്കർക്ക് അറിയാവുന്നത് കൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു ഭരണഘടനയ്ക്ക് അദ്ദേഹം യൂണിയൻ ഷുഡ് ബി സ്ട്രോങ് അദ്ദേഹം പാർലമെൻറ്റിലും പറഞ്ഞു. അപ്പോൾ യൂണിയൻ ഇപ്പോൾ സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ മോഹൻ ഭാഗവതിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടിയാൽ അത് എടുത്തുകൊണ്ടുപോയി കൊണ്ടാടിക്കൊണ്ട് അതിങ്ങനെ പറഞ്ഞതാണെന്ന് നറേറ്റീവുകൾ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അദ്ദേഹം പ്രസംഗമധ്യേ പ്രാസംഗികമായിട്ട് ഒരു പൊതുയോഗത്തിൽ പബ്ലിക് ഡൊമൈനിൽ തന്നെ പറഞ്ഞു, 75 വയസ്സെന്ന് പറയുന്ന പ്രായം ഓരോരുത്തർക്കും വിരമിക്കാനുള്ള ഒരു പ്രായമാണ് എന്ന് വളരെ ജനറലായിട്ട് പൊതുവായിട്ടുള്ള ഒരു പ്രസ്താവന പൊതുമണ്ഡലത്തിൽ നടത്തി. അതെ, ഇതുടനെ തന്നെ എടുത്തുകൊണ്ട് ഇത് മോദിയെ ഉദ്ദേശിച്ചാണ്, പിൻവലിക്കും, RSS മോദിക്കെതിരായി, അതെ, എന്തൊക്കെയാണ് മോദിയെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്നവർക്ക് തിട്ടമാണ്. കാരണം RSSനെ അത്രയ്ക്ക് അറിയാം അവർക്ക്. RSSന്റെ ശാഖകളെ കുറിച്ച് അത്ര നല്ല വിജ്ഞന്മാരാണ്, വിദഗ്ധന്മാരാണ്. അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ, അദ്ദേഹം പറയണമെങ്കിൽ, RSSന്റെ സർസംഘചാലകാണ് അദ്ദേഹം. RSSന്റെ ഒരു യോഗത്തിൽ RSS അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് പറയുന്നത് മോദിയോടായിരിക്കും, അതെ, BJPയോടായിരിക്കും. അവർ തമ്മിൽ ഇങ്ങനെ കൊണ്ടുകൊടുക്കലുകൾ നടക്കാറുണ്ട്. എല്ലാമൊന്നും BJP അംഗീകരിക്കണമെന്നുമില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കയർച്ചവിനിമയം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJP RSSനോടും ചില കാര്യങ്ങൾ പറയാറുണ്ട്. RSS അതെല്ലാം ഒന്നും അംഗീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അവർ തമ്മിലുള്ള ഈ സംവാദം നടക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. ഞാൻ തന്നെ വിരമിക്കുന്ന കാര്യം 75 വയസ്സ് കഴിഞ്ഞിട്ട് തീരുമാനിക്കുന്നില്ല. ഇത് തീരുമാനിക്കുന്ന ആരാ? ഞാനെന്ന വ്യക്തിയല്ല. അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. RSS പ്രസ്ഥാനമാണ് വലുത്. ഞാനെന്നൊരു വ്യക്തിയല്ല പ്രസക്തം. ഇവിടെ CPM-ഉമായിട്ട് അവർ യോജിച്ചു പോകുന്നുണ്ട്. അച്യുതാനന്ദനെ മാറ്റിയപ്പോൾ അതാണല്ലോ പറഞ്ഞത്, ബക്കറ്റിലെ തിര എന്നാണല്ലോ അച്യുതാനന്ദനെ ഉപയോഗിച്ചതും. CPM-നെ കടലിനോടും, ശംഖുമുഖത്തെ കടലിനോടുമാണല്ലോ, അറബിക്കടലിനോട്. അതുപോലെ തന്നെയാണ് RSSന്റെ കേഡർ സ്വഭാവവും. ഇവിടെ ഒരു വ്യക്തിക്ക് യാതൊരു വിധമായിട്ടുള്ള പ്രസക്തിയുമില്ല. സംഘം എന്ത് തീരുമാനമെടുക്കുന്നു അത് നടക്കാനുള്ള ഒരു ടൂൾ മാത്രമാണ് സർസംഘചാലക് എന്ന് പറഞ്ഞ പോലെ ഗവൺമെന്റ്, പാർലമെന്റ്, അതുപോലെ മന്ത്രിസഭ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടോ അത് നടപ്പാക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു ടൂളാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം പാർലമെന്റ് എടുത്തിട്ടില്ല, മന്ത്രിസഭ എടുത്തിട്ടില്ല, പാർട്ടി എടുത്തിട്ടില്ല. BJPയുടെ പാർലമെന്ററി പാർട്ടി 75 വയസ്സ് കഴിഞ്ഞവരെ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പാർട്ടി പക്ഷേ നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്.
പാർട്ടി പദവികൾ എന്ന് പറഞ്ഞാൽ, അതായത് സംഘടനാ പദവികളിൽ ഈ 75 വയസ്സ് കഴിഞ്ഞാൽ ഉള്ളവർക്ക് മാറ്റിക്കൊണ്ട് യുവരക്തത്തിന്റെ ശക്തി പ്രസരിപ്പിച്ചു പാടിയെ ശക്തമാക്കണമെന്ന് ആ ഒരു തീരുമാനമുണ്ട്. ഇതെല്ലാം കൂടെ ടോട്ടൽ കൺഫ്യൂഷൻ ആവുക. അത് പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തീരുമാനമല്ല. അങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഈ CPM-നെ പോലെ അവിടെ ഒരു കൺഫ്യൂഷനുമില്ല. അവർ നേരത്തെ പറഞ്ഞത് 75 വയസ്സ് കഴിഞ്ഞവർ ഭരണത്തിൽ നിന്നും മാറണമെന്നാണ് CPM എടുത്ത പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് എന്ത് വേണ്ടി വന്നു? പിണറായി വിജയനെ പോലെ ശക്തനായിട്ടുള്ള ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂഴം വന്നപ്പോൾ പോളിറ്റ് ബ്യൂറോയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. കാരണം പോളിറ്റ് ബ്യൂറോയേക്കാൾ ശക്തനാണ് അദ്ദേഹം. 75 വയസ്സ് കഴിഞ്ഞാലും ഇനി നോക്കിക്കോളൂ, അടുത്ത മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആയിരിക്കും. അതുപോലല്ല ഈ കേഡറിൻ്റെ ഒരു തീരുമാനം, അതായത് സർസംഘചാലക് അല്ല, സംഘടനയുടെ തീരുമാനം സർസംഘചാലകന് ബാധകമാണ്. അത് സർസംഘചാലകൻ ഒരിക്കലും ഒരു RSS സംഘടനയിൽ നിന്ന് ഉപരിയായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഒരു തീരുമാനം വ്യക്തിപരമായ തീരുമാനം നടക്കാൻ പറ്റില്ല. അങ്ങനെയാണ്, അത് വളരെ വ്യക്തമാണ്. BJP പക്ഷേ മോദി പറയുന്നത് കേൾക്കുമായിരിക്കും. എന്നാൽ പോലും RSSൽ അങ്ങനെ സംഭവിക്കില്ല. RSS അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് വളരെ സ്പഷ്ടവും വ്യക്തവും സുതാര്യവുമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാള് ഇപ്പൊ മോദി രാജിവെക്കും എന്ന് ഉണ്ടിരുന്നവർക്ക് വലിയൊരു ആഘാതം തന്നെയാണത്. അപ്പൊ ഇങ്ങനെ തെറ്റായിട്ടുള്ള നെറേറ്റീവുകൾ പ്രചരിപ്പിച്ചതിന് ഈ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രത്തോട് മാപ്പ് ചോദിക്കേണ്ടതാണ് അതിന്റെ മര്യാദ. പിന്നെ ആ മര്യാദകളൊന്നും അവരെ പാലിക്കാറില്ല. മാത്രമല്ല സാറ്, ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളവർ ഇവിടെ വാസ്തവത്തിൽ ഒരു മോദി തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാജ്യത്ത്. അതെന്താ ഇപ്പൊ ഏറ്റവും പുതിയ സർവേ പ്രകാരം ഈ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടധികാർ യാത്ര നടക്കുമ്പോൾ റേറ്റിംഗ് വളരെ കൂടി. രാഹുൽ ഗ്യാരണ്ടിയാണ് മോദി ഗവൺമെന്റിന്. 324 സീറ്റ് ഇപ്പോ കിട്ടും NDAക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. 324. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി BJPക്ക് വേണ്ടി നല്ലപോലെ വിയർപ്പൊഴുക്കുന്നുണ്ടെന്നുള്ള അധ്വാനിക്കുന്നു. BJP നന്ദിപൂർവ്വം ഓർക്കേണ്ട ഒരു കാര്യം. വാസ്തവത്തിൽ BJP പാർട്ടി ഓഫീസിൽ രാഹുലിന്റെ ഒരു വലിയ ഫോട്ടോ വെച്ചിട്ട് ഈ വീടിന്റെ പാർട്ടിയുടെ ഐശ്വര്യം വേണ്ടതാണ്. മറ്റാരേക്കാൾ എനിക്ക് തോന്നുന്നു മോദിയേക്കാൾ കൂടുതൽ പണിയെടുക്കുന്ന രാഹുലാണ്. മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ആനക്രോണിസവും പറഞ്ഞുകൊണ്ട്, അതായത് കാലം പിന്നെ അതായത് നമ്മൾ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അതായത് അരുൺ ജെയ്റ്റ്ലി മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലി 2 കൊല്ലം കഴിഞ്ഞ് വന്ന് എന്നെ വരട്ടി, എന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. അതും പാർലമെന്റിലൊക്കെ ഇത് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഭരണഘടനയെ മഹാത്മാഗാന്ധി ഉറച്ചു പിടിച്ചു. അതുകൊണ്ടാണ് ഗോഡ്സെ വെടിവെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന സമയത്താണ് ഗോഡ്സെ നല്ല തിട്ടം അങ്ങേരെ കണ്ടുകൊണ്ടിരിക്കുക. ഭരണഘടന വന്ന് 1950. ആ 1950-ലാണ് നമ്മുടെ നരേന്ദ്രമോദി ജനിച്ചതും. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്ന അതിനേക്കാൾ മുമ്പേ ജനിച്ചത്. അപ്പൊ ഇത് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, തന്തയ്ക്ക് മുമ്പേ പിറന്നോ എന്നുള്ള ഒരു സംശയം കൂടി അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ മര്യാദകേടുകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോകുന്നത്. എന്തായാലും അത് മോദിക്കും BJPക്കും വലിയ കരുത്ത് നൽകുന്നുണ്ട്. സാർ, ഈ 75 വയസ്സ് ഒരു ക്രൈറ്റീരിയ അല്ല നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ എന്നിപ്പോ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. മോദി തന്നെ തുടരും. RSS തന്നെ പറഞ്ഞു, RSSന്റെ സർസംഘചാലക് പറഞ്ഞു, ഞങ്ങളുടെ സംഘം പറയുകയാണ് മാറണം, എന്ന് വിരമിക്കണം, നിങ്ങളുടെ സേവനം മതി എന്നാവശ്യപ്പെടുന്ന കാലം വരെയും ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് അസന്നിഗ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുക. ഒരു കാര്യമേ വ്യക്തമാവുന്നുള്ളൂ, അതായത് BJP തുടരുമെന്നുള്ളത് ഇപ്പോൾ സർവേയിലൂടെ വ്യക്തമായി. രാഹുൽ ഗാന്ധിയുടെ അധ്വാനം കാരണം BJP ജയിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് തുടരും എന്ന് മോദിയെക്കുറിച്ചും പറയാം. അപ്പോൾ അതിപ്പോൾ എല്ലാ ആളുകൾക്കും നമുക്കും വളരെ വ്യക്തമായി. കാരണം ഇവർ ഈ പുക പടർത്തിയത് കാരണം ഇതിൻ്റെ സത്യം എന്താണെന്ന് നമുക്ക് കണ്ണട വെച്ച് നോക്കിയാലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു എക്കോസിസ്റ്റമായിരുന്നു. അതിപ്പോൾ മാറി, അത് മാറ്റിക്കഴിഞ്ഞു. മോദിക്ക് തന്നെ തുടരാം എന്നുള്ളതിൻ്റെ ഒരു തിട്ടൂരമാണ് സർസംഘചാലക് കഴിഞ്ഞ ദിവസം നൽകിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.